Hi students, welcome to the lecture. Today we will be dealing with Kyoto Protocol in detail. So without any delay, let's move on. Kyoto Protocol is based on the principle of common but differentiated responsibilities. This is very much important thing. It is common but differentiated responsibilities, keeping in mind the socio-economic development of the concerned countries and the polluter pays principle. It is one of the most important international environment protocols. ഇന്റർനാഷണൽ എൻവയോൺമെന്റ് പ്രോട്ടോകോൾസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ബേസ്ഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് എല്ലാവർക്കും ചെയ്യാം, പക്ഷേ ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്യുന്ന ആള് പ്രിൻസിപ്പൽ പേ ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് the socio-economic development of the concerned countries and the polluter pays principle. That is common but differentiated responsibilities is the basic principle. Okay, the protocol's first commitment period started in 2008 and ended in 2012. ഇതിന്റെ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ് 2008 തുടങ്ങിയത്. 2012 ഇത് അവസാനിച്ചു. 36 countries had participated in the first commitment period. ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ 36 countries participate ചെയ്തു. 9 countries opted for flexibility mechanisms since their national emissions were greater than their targets. അതുകൊണ്ട് തന്നെ 9 കൺട്രീസ്, ഈ 36 കൺട്രീസിൽ 9 കൺട്രീസ് ഫ്ലെക്സിബിലിറ്റി മെക്കാനിസം ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ബിക്കോസ് അവരുടെ നാഷണൽ എമിഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്സിനേക്കാളും വളരെയധികം കൂടുതലായിരുന്നു. ദെൻ ഹെൻസ് ദീസ് കൺട്രീസ് ഫണ്ടഡ് എമിഷൻ റിഡക്ഷൻസ് ഇൻ അതർ കൺട്രീസ്. അതുകൊണ്ട് തന്നെ മറ്റു കൺട്രീസിന്റെ അകത്തുള്ള എമിഷൻസ് റെഡ്യൂസ് ചെയ്യേണ്ടത് ഈ ഹൈലി എമിറ്റ് ചെയ്തിരിക്കുന്ന കൺട്രീസിന്റെ അത്യാവശ്യ കാര്യങ്ങൾ ഒന്നായി മാറി. നോക്ക്, 36 കൺട്രീസ് ആയിരുന്നു ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ 9 കൺട്രീസ് ഫ്ലെക്സിബിലിറ്റി മെക്കാനിസം ആണ് ഓപ്റ്റ് ചെയ്തത്. അതിന് പ്രധാന കാരണം അവരുടെ എമിഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്സിനേക്കാളും വളരെയധികം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു കൺട്രീസിനെ അവരുടെ എമിഷൻസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. Although the 36 developed countries had reduced their emissions, global emission increased by 32% from 1990 to 2010. പക്ഷേ ഈ 36 കൺട്രീസും ഡെവലപ്ഡ് ആണ്, അവരൊക്കെ അവരുടെ എമിഷൻസ് റെഡ്യൂസ് ചെയ്തു. എന്നാൽ പോലും ഗ്ലോബലി നമ്മൾ എമിഷൻസ് നോക്കുമ്പോൾ 32% ഇൻക്രീസ്ഡ് ആവുകയാണ് ചെയ്തത്. ഫ്രം 1990 to 2010 നമ്മൾ ആ ഡേറ്റ കമ്പയർ ചെയ്യുമ്പോൾ 32% ഗ്ലോബൽ എമിഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. The financial crisis of 2007-2008 was one of the major contributors of reduction in emissions. 2007-2008 ഉണ്ടായിരുന്ന ക്രൈസിസ്, ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു റിഡക്ഷൻ ഇൻ എമിഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണമെന്നാണ് പറയുന്നത്. സോ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്, അതാണ് അവരുടെ ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് എല്ലാവർക്കും ആകാം, പക്ഷേ ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്യുന്ന ആളായിരിക്കണം പ്രിൻസിപ്പൽ പേ ചെയ്യേണ്ടത്. മാത്രമല്ല 2008 ഇത് സ്റ്റാർട്ട് ചെയ്ത് 2012 ഇത് നിന്നു. 36 കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. 9 കൺട്രീസ് ഫ്ലെക്സിബിൾ മെക്കാനിസംസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. 36 കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അവർ എമിഷൻസ് കുറച്ചു, പക്ഷേ ഗ്ലോബൽ എമിഷൻസ് 32% ഇൻക്രീസ് ചെയ്തു. Then, when and where was it adopted? Kyoto Protocol was adopted in Kyoto. ജപ്പാനിലുള്ള ഒരു സ്ഥലമാണ് ക്യോട്ടോ. ഇൻ 11th December 1997. 11th ഡിസംബറിൽ ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലേസിലാണ് ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്യുന്നത്. When did Kyoto Protocol came into force? അഡോപ്റ്റ് ചെയ്യുന്നതും ഫോഴ്സ് അത് പ്രാവർത്തികമാകുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സോ അഡോപ്റ്റ് ചെയ്യുന്നത് ക്യോട്ടോ ജപ്പാനിൽ 11 ഡിസംബർ 1997. പക്ഷേ അത് ഫോഴ്സ് അല്ലെങ്കിൽ കമ്മിങ് ഇൻ ടു ഫോഴ്സ് ഓൺ 16th February 2005. നോക്ക്, 1997 അഡോപ്റ്റ് ചെയ്തിട്ട് 2005 എൻഫോഴ്സ്ഡ് ആവുന്നത്. ഹൗ മെനി കൺട്രീസ് ആർ സിഗ്നറ്ററീസ് ഓഫ് കയോട്ടോ പ്രോട്ടോകോൾ? ഇറ്റ് ഈസ് 84 countries. ഇൻ ദ കേസ് ഓഫ് പാരീസ് എഗ്രിമെന്റ് എത്ര പേരാണ്? If you have any doubts regarding the Paris Agreement, I have already done a video. Please go check and I will give it in the suggestion list. Okay. Then Kyoto Protocol 84 countries ആണ്.
Kyoto Protocol, and I need how many countries had ratified Paris Agreement in the comment box. How many countries are the parties of Kyoto Protocol? 192 countries Kyoto Protocolന്റെ parties ആണ്. പക്ഷേ എത്ര countries signatories ആണ്? 84 countries. Should not confuse. Then, which are the countries that are not parties of Kyoto Protocol? Kyoto Protocol അംഗീകരിക്കാത്ത countries ഏതൊക്കെയാണ്? Canada, Andorra, United States of America, South Sudan. Canada, Andorra, United States of America, South Sudan are the countries who is not ratified, or the countries which are not the parties of Kyoto Protocol. And these are the details regarding Kyoto Protocol. Kyoto Protocol legally binding ആണ്. Paris Agreement legally binding അല്ല. Then only the members of United Nations Framework Convention can be becoming parties of Kyoto Protocol. Kyoto Protocol UNFCCC-യിൽ participate ചെയ്യുന്ന മെമ്പേഴ്സിന് മാത്രമുള്ളതാണ്. And Kyoto Protocol was adopted at the 3rd session of United Nations Framework Convention on Climate Change. UNFCC-യുടെ മൂന്നാമത്തെ സെഷനിലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ ഉള്ളത്. ഈ UNFCC-യിൽ ഉള്ള മെമ്പേഴ്സ് മാത്രമാണ് ക്യോട്ടോ പ്രോട്ടോകോളിലെ മെമ്പേഴ്സ് ആവാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് ലീഗലി ബൈൻഡിങ് ആണ്. Then to meet the targets of Kyoto Protocol, member countries cannot include international shipping and international aviations. അതായത് ക്യോട്ടോ പ്രോട്ടോകോൾ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെമ്പർ കൺട്രീസിന് ഇന്റർനാഷണൽ ഷിപ്പിംഗ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഏവിയേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്റർനാഷണൽ ഷിപ്പിംഗും ഇന്റർനാഷണൽ ഏവിയേഷനും യൂസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. Then countries can use land use change and forestry to meet Kyoto targets. Kyoto targets meet ചെയ്യാൻ land use change and forestry to meet Kyoto targets. land use changeും ഫോറസ്ട്രി ക്യോട്ടോ ടാർഗറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ പാരീസ് എഗ്രിമെന്റിൽ നമ്മൾ ഈ COP21 ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്താണ് എന്നുള്ളത് നോക്കുകയാണ്. The official meeting of all countries associated with the Kyoto Protocol. Kyoto Protocolുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കൺട്രീസിന്റെയും കൂടിയുള്ള ഒഫീഷ്യൽ മീറ്റിംഗിനെയാണ് നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. ഷുഡ് നോട്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് എനി ഓഫ് അതർ തിങ്സ്. ക്യോട്ടോ പ്രോട്ടോകോളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. ക്യോട്ടോ പ്രോട്ടോകോളുമായിട്ട് ബന്ധപ്പെടുന്ന ഒഫീഷ്യൽ മീറ്റിംഗ് ആണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അതിന്റെ COP21 ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. ഓക്കെ, അതൊക്കെ നമ്മുടെ പാരീസ് അഗ്രിമെന്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ ക്ലാരിഫിക്കേഷൻസ്, ഗോ ചെക്ക് ദ വീഡിയോ. Then India at the Kyoto Protocol. India was exempted from legally binding commitments on greenhouse gas emissions. See here, India, ഞാൻ ഓൾറെഡി പറഞ്ഞു ക്യോട്ടോ പ്രോട്ടോകോൾ ലീഗലി ബൈൻഡിങ് ആണ്. പക്ഷെ ഇന്ത്യ ക്യോട്ടോ പ്രോട്ടോകോളിൽ ലീഗലി ബൈൻഡിങ് കമ്മിറ്റ്മെന്റ്സ് ഓൺ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിൽ നിന്ന് എക്സംപ്റ്റ് ആയിട്ടുണ്ട്. ഇന്ത്യ emphasized on the differentiation between developed and developing nations, concerned the burden of responsibility of climate actions. Climate actionsന്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് അറിയാം ഇപ്പൊ നമ്മൾ ഒരുപാട് ക്ലൈമാറ്റിക് ചേഞ്ച് വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യ ഡെവലപ്ഡ് കൺട്രീസിന് ഡെവലപ്പിംഗ് കൺട്രീസിന്റെയും ഡിഫറൻസിയേഷൻ വളരെ ക്ലിയർ ആയിട്ട് ക്യോട്ടോ പ്രോട്ടോകോളിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് റിഗാർഡിംഗ് ദ കൺസേൺ ഓഫ് ദ ബർഡൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. Then third one, India successfully defended its obligation on socio-economic development while concurrently forcing developed countries of the Annex 1 category to take more responsibilities on curtailing greenhouse gas emissions. നമ്മൾ പാരീസ് എഗ്രിമെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ക്യോട്ടോ പ്രോട്ടോകോളിൽ ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിൽ തിരിച്ചിട്ടുണ്ട്. Annex 1 അതുപോലെ നോൺ Annex 1 കൺട്രീസ് എന്ന് പറഞ്ഞാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ Annex 1 ആണ് ഡെവലപ്ഡ് കൺട്രീസ്. സോ ഡെവലപ്ഡ് കൺട്രീസ് ആണ് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റീസ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടി അധികം റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടത് ഡെവലപ്ഡ് കൺട്രീസ് ആണെന്ന് ഇന്ത്യ സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്ത ഒരു പ്രോട്ടോകോൾ കൂടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. Okay, then what is Doha Amendment to Kyoto Protocol? Kyoto Protocol Doha Amendment ന്റെ പ്രാധാന്യം എന്താണ്? After the commitment period of Kyoto Protocol ended, that is 2012, an amendment, that is changes, was carried out to the Kyoto Protocol.
അതായത് 2012 ഇതിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ് പീരീഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ചേഞ്ചസ് വന്നു. ദ അമെൻമെന്റ് ടോക്സ് അബൌട്ട് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ് ഫോർ ദ സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ്. സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡിന്റെ അകത്തുള്ള എമിഷൻ ടാർഗറ്റ്സ് അല്ലെങ്കിൽ എമിഷൻ എമൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് നിശ്ചയിക്കുന്ന അമെൻമെന്റ് ആണ് ദോഹ അമെൻമെന്റ്. രണ്ടാമത്തെ ഘട്ടം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഘട്ടം പഠിച്ചു 2005 മുതൽ 2012 വരെ ആയിരുന്നു ആദ്യത്തെ ഘട്ടം. ആൻഡ് രണ്ടാമത്തെ ഘട്ടം വരുന്നത് 2012 തുടങ്ങി 2020, അതായത് ഈ വർഷം വരെയാണ് സെക്കൻഡ് കമ്മിറ്റ്മെന്റ് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട റിഡക്ഷൻ ടാർഗറ്റ്സ് ആണ് ദോഹ അമെൻമെന്റിൽ പറയുന്നത്. ഓക്കെ, ഇനി ദോഹ അമെൻമെന്റ്സിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയുള്ളത്. ആസ് പെർ ദോഹ അമെൻമെന്റ്സ്, ഹൗ മെനി കൺട്രീസ് ഹാവ് ബൈൻഡിങ് ടാർഗറ്റ്സ്? 37 കൺട്രീസ് ആണ് ദോഹ അമെൻമെന്റ് ബേസ് ചെയ്തിട്ട് ബൈൻഡിങ് ടാർഗറ്റ്സ് ഉള്ളത്. ഇന്ത്യ ഏത് കാര്യത്തിലാണ് എക്സംപ്റ്റ് ആയത്? ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിൽ ലീഗൽ ബൈൻഡിങ് ഇല്ല ഇന്ത്യക്ക്. Okay, which country withdraw from Kyoto Protocol in 2012? 2012 ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്ന് വിട്ടത് ആരാണ്? ഏത് കൺട്രിയാണ്? കാനഡയാണ് 2012 വിഡ്രോ ചെയ്തത്. Then how many countries have accepted Doha Amendment? Doha Amendment accept ചെയ്ത എത്ര countries ഉണ്ട്? 135 countries accept ചെയ്തു. 195 countries ദോഹ പ്രോട്ടോകോളിലുണ്ട്. പക്ഷേ സിഗ്നറ്ററീസ് ആയിട്ടുള്ളത് 84 5 countries മാത്രമാണ്. Okay. Then how many countries have to accept Doha Amendment to enter into force? 144 states have accepted for Doha Amendment for the Kyoto Protocol to enter force. Okay. Then how many countries with binding commitments have ratified Doha Amendment? 37 countries ആണ് with binding targets and only 7 countries have ratified it. 37 countries-ന് binding targets ഉണ്ട്. അതിൽ 7 countries മാത്രമാണ് ratify ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദോഹ അമെൻമെന്റ് പ്രകാരം 37 countries ആണ് ബൈൻഡിങ് ടാർഗറ്റ്സ് ഉള്ളത്. 2012 ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്ന് വിട്ടുപോയത് കാനഡയാണ്. അതുപോലെ തന്നെ ദോഹ അമെൻമെന്റ് അക്സെപ്റ്റ് ചെയ്തത് 135 countries ആണ്. അത് മാത്രമല്ല ദോഹ അമെൻമെന്റ് ഫോഴ്സിലോട്ട് വരുമ്പോൾ എത്ര countries ആണ് അത് അക്സെപ്റ്റ് ചെയ്തത്? 144 countries have to accept the Doha Protocol when it come into force. And how many countries with the binding commitments ratified? 37 countries ബൈൻഡിങ്ങിൽ ഉണ്ടെങ്കിലും 7 countries മാത്രമാണ് അത് റാറ്റിഫൈ ചെയ്തത്. Then India and Doha Amendment. India has ratified the second commitment period of Kyoto Protocol, that is to meet the emission targets for the time period 2012 to 2020. ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 7 countries-ൽ ഇന്ത്യയും ഒരാളാണ് എന്നർത്ഥം. അപ്പോൾ എന്താണ് ഇവിടെ 2012 മുതൽ 2020 വരെയുള്ള ഈ സമയത്ത് എമിഷൻ ടാർഗറ്റ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ത്യ റാറ്റിഫൈ ചെയ്തു. ഇന്ത്യ വാസ് ദ 80th country to accept the amendment. ഈ ദോഹ അമെൻമെന്റ് അക്സെപ്റ്റ് ചെയ്ത 80ാമത്തെ country അത് ഇന്ത്യയാണ്. ഇന്ത്യ വാസ് ദ 80th country to accept this amendment. And this is all about Doha Amendment, about India and also Kyoto Protocol. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. I will definitely clarify your doubts. Okay. Then Paris Agreement നമ്മൾ already video ചെയ്തിട്ടുണ്ട്. If you have any doubts regarding that, please go check the video. Thank you so much and God bless.